നമ്മളിന്ന് സനാതനധർമ്മ സന്ദേശ യാത്രയുടെ ഉദ്ഘാടനമാണ് നടത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ മകരമാസം 1-ാം തീയതി വരെ, ജനുവരി 14-ാം തീയതി വരെ 2 വണ്ടികളിലായിട്ട് നമ്മുടെ സഹോദരന്മാർ, ബ്രഹ്മകുമാരി സഹോദരിമാർ, നമ്മളൊക്കെ പിന്നിലിരിക്കുകയുള്ളൂ. സത്യത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ സഹോദരന്മാരാണ്. അവരാണ് ഈ രഥയാത്ര തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോയിട്ട് പിന്നെ തിരിച്ച് പന്തളം വരെ വന്നിട്ട് മകര 1-ാം തീയതി മകര ജ്യോതി തെളിയുന്ന അന്ന് പന്തളത്ത് വെച്ചിട്ട് ഇത് സമാപ്തമാക്കുന്നത്, മംഗളമാക്കുന്നത്. അതിനുള്ള അവർക്കെല്ലാവർക്കും മനോബലവും ശാരീരിക ആരോഗ്യവും സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ. ശിവബാബ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മൾ എന്ത് പാടുപെട്ടാലും അതിൻ്റെയൊക്കെ റിസൾട്ട് തരുന്നത് ശിവബാബയാണ്. നമ്മൾ ഒരു ചുവട് വെച്ചാൽ 1000 ചുവട് ഈശ്വരൻ നമ്മളിലേക്ക് വെക്കുന്നുണ്ട്. വിവേകാനന്ദ സ്വാമിയും പറഞ്ഞു, എനിക്ക് 100 പേരെ തരൂ, ഞാൻ ഈ ലോകത്തെ മാറ്റി കാണിക്കാം എന്ന്. ബ്രഹ്മകുമാരീസ് ഇന്ന് ആഗോളമായിട്ട് ഏകദേശം 10 ലക്ഷത്തിൽ പേരുണ്ട്. ഈ 10 ലക്ഷം പേരും 10 ലക്ഷത്തിൽ പരം കുടുംബങ്ങളുണ്ട്. ഈ 10 ലക്ഷം പേര് വെറും 100 പേരുണ്ടെങ്കിൽ ലോകം മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത ഭാവിയിൽ ധർമ്മവും നീതിയും സത്യവും ഉള്ള, അതുകൊണ്ട് തന്നെ ശാന്തിയും സമാധാനവും സംതൃപ്തിയും ഐശ്വര്യമുള്ള ഒരു നല്ല ഭാവി നമുക്ക് വാഗ്ദാനം നൽകാം ലോകത്തിന്. അങ്ങനത്തെയുള്ള ആ പരിപാടിക്കാണ് ഇന്ന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ അനശ്വരം എന്നർത്ഥം, നശിക്കാത്തത്, നാശമില്ലാത്തത് ധർമ്മമാണ്. അധർമ്മത്തിന് ആയുസ് കുറവാണ്. അധർമ്മത്തിന്റെ തോണി ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ തോന്നുമായിരിക്കാം, പക്ഷെ സദാകാലത്തേക്ക് മുങ്ങാനാണ്. ധർമ്മത്തിന്റെ തോണിക്ക് ചിലപ്പം കലിയുഗമാണല്ലോ, ആടുമായിരിക്കാം, ഒലവായിരിക്കാം, പക്ഷെ ഒരിക്കലും മുങ്ങില്ല. ധർമ്മത്തിന്റെ തോണിക്ക് സത്യമേവ ജയതേ എന്നാ പറയാം, സത്യം എന്നും ജയിക്കും. പണ്ട് ഭാരതം ഗൃഹസ്ഥാശ്രമം എന്നാ പറഞ്ഞിരുന്നത്. ഭാരതത്തെ ഓരോ വീടും ആശ്രമമായിരുന്നു, ഗൃഹസ്ഥം പോലും ആശ്രമമായിരുന്നു. രാഗദ്വേഷാദി വർജിത ഗൃഹം തപോവനം എന്നാ പറയാം. എവിടെയാണോ രാഗവും ദ്വേഷവും ഇല്ലാത്തത് ആ വീട് വീടല്ല, തപോവനമാണ് എന്നാ പറഞ്ഞിരുന്നത്. പുത്രധർമ്മം, പത്നിധർമ്മം, ഭർത്തൃധർമ്മം, രാജധർമ്മം, ഇങ്ങനെ ഓരോരുത്തരുടെയും കർമ്മത്തെ കർമ്മമായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, ധർമ്മം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരുടെയും സ്ഥാനത്തിന് ധർമ്മത്തിന്റെ ആ അഡ്ജക്റ്റീവ് നൽകിയിരുന്നു, വിശേഷം നൽകിയിരുന്നു. ധർമ്മപത്നി എന്നാ പറയാ, ഇതെന്റെ ധർമ്മമാണെന്നാ പറയാ, കുലധർമ്മമാണ്. അതുകൊണ്ട് ഓരോ കർമ്മത്തെയും സ്ഥാനത്തെയും ധർമ്മമായിട്ട് കണ്ട നാടാണ് ഭാരതം. അതുകൊണ്ട് തന്നെ എത്രയോ രാജാക്കന്മാരുടെ വാഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എത്രയോ മതങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ടും സനാതനധർമ്മം നശിക്കാതെ തന്നെ തികച്ചും അതിൻ്റെതായിട്ടുള്ള എത്ര മാർക്സിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഈശ്വര വിശ്വാസമില്ലാത്ത ആൾക്കാർ പോലും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ റിജക്റ്റ് ചെയ്തില്ല. അതൊന്നും കേൾക്കരുതൊന്നും സനാതനധർമ്മം പറഞ്ഞിട്ടേ ഇല്ല. ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല സനാതനധർമ്മം. അനേക ഋഷീശ്വരന്മാര് തപസ്സിലൂടെ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈശ്വര വിശ്വാസം ഇല്ലാത്തവരുടെ പോലെ രാമായണത്തിൽ പോലെ ഈ നിരീശ്വരവാദികളുടെ അഭിപ്രായങ്ങളുണ്ട്. രാമൻ കാട്ടിപ്പോണെന്ന് മുമ്പായിട്ട് നിരീശ്വരവാദിയായിട്ടുള്ള ഒരു വ്യക്തി രാമനോട് പോലും പറയുന്നുണ്ട് ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചും, എന്ത് വേണം എന്ത് വേണ്ട, കാട്ടിപ്പോണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാലത്ത് പോലും നിരീശ്വരവാദികളൊക്കെ ഉണ്ടായിരുന്നു എന്നർത്ഥം. എന്നിട്ടും ഭാരതത്തിലെ സനാതനധർമ്മം ഇന്നും തലയെടുപ്പോടെ അഭിമാനത്തോടെ ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ലോകം മുഴുവനും ഭാരതത്തിലേക്കാണ് നോക്കുന്നത്. ധർമ്മത്തിന്റെ കളിത്തൊട്ടിലായിട്ട്, ആധ്യാത്മികതയുടെ ലൈറ്റ് ഹൗസ് ആയിട്ട് ഭാരതത്തെയാണ് ലോകം കാണുന്നത്, വിശേഷിപ്പിക്കുന്നത്. അതിന് കാരണം ധർമ്മം അനശ്വരമാണ്. ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് സനാതനധർമ്മം. ആ ധർമ്മം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സന്ദേശം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ ഒരു സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പുതുതായിട്ടൊരു കുട്ടി അഡ്മിഷൻ വാങ്ങിയിട്ട് വന്ന് ചേർന്നു. ആ ക്ലാസ്സിൽ ഒരു ചട്ടമ്പി ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചു, എടാ നിന്റെ അച്ഛൻ ആരാ, എന്തെടുക്കുക? അവൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ PW ഡിപ്പാർട്ട്മെൻറ്റിലൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇങ്ങനെ 3 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ ആകും, അങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ്, 3 കൊല്ലെങ്കിലും ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് ശരി, നിന്റെ അച്ഛൻ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലേ? എൻ്റെ അച്ഛൻ ആരാന്നറിയാമോ? എൻ്റെ അച്ഛൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയാണ്. ഞങ്ങൾക്ക് ഇത്ര കൊട്ടാരം പോലത്തെ വീടുകൾ ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് ഇത്ര എസ്റ്റേറ്റ് ഉണ്ട്, ഇത്ര ഫാക്ടറി ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഇത്ര കാറ് നിരന്ന് നിൽക്കാറുണ്ട്, ഇത്ര ജോലിക്കാരുണ്ട് ഞങ്ങൾക്ക്. ഈ സ്കൂളിൽ ഒത്തിരി ഡൊണേഷനൊക്കെ എൻ്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ PTA പ്രസിഡന്റ് എൻ്റെ അച്ഛനാണ്. ഇവിടെ ഞാൻ വെച്ചാണ് ചട്ടം.
നീ പുതിയതായിട്ട് വന്നല്ലേ, നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരാണ്. ഞാൻ ഇവിടെ എന്ത് പറയുന്നു അതാണ് ഈ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസ് അനുസരിക്കുക. നീയും നിനക്കറിയില്ലല്ലോ, മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ പറയുന്നത് അനുസരിച്ചോളണം. മനസ്സിലായോ എന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, നിന്റെ കുടുംബത്തിന്റെ മഹത്വം നിന്നോടുകൂടി അവസാനിക്കാൻ പോവാണ്, എൻ്റെ കുടുംബത്തിന്റെ മഹത്വം എന്നിൽ നിന്ന് ആരംഭിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഗുപ്ത സാമ്രാജ്യം ഭാരതത്തിന്റെ ഗോൾഡൻ എറ എന്നറിയപ്പെട്ടിരുന്നു, സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നു. അനേക തലമുറകൾ വളരെ നന്നായിട്ട് സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി രാജ്യം ഭരിച്ചിരുന്ന സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. അതിൽ കുമാരഗുപ്ത എന്നൊരു രാജാവ് ഉണ്ടായി. അയാള് മദ്യപാനിയും തോന്നിയവാസിയും സ്ത്രീലമ്പടനും കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളായിരുന്നു. അതോടുകൂടി ആ സാമ്രാജ്യം അധപ്പതിച്ചു. ഗോൾഡൻ എറ എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പറ്റിയ ഒരു സാമ്രാജ്യം പോലും ഒരു വ്യക്തിയുടെ ക്യാരക്ടർ മോശമായപ്പം, സ്വഭാവം ചീത്തയായപ്പം അധപ്പതിച്ചു. പിന്നെ സാധാരണ കുടുംബത്തിന്റെ കാര്യം പറയണോ? അതുകൊണ്ട് പറയാറുണ്ട്, നോട്ട് ഗോൾഡ് ബട്ട് മാൻ ഹു മേക്സ് എ കൺട്രി സ്ട്രോങ് എന്ന് പറയാം. ഒരു നാടിന്റെ സമ്പത്ത് ആ നാട്ടിൽ നിന്ന് എത്ര സ്വർണം ഖനിച്ചെടുക്കുന്നു എന്നതല്ല, ആ നാട്ടിലെ വ്യക്തികളാണ് ആ നാടിന്റെ സമ്പത്ത് എന്ന് പറയാറുണ്ട്. വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്. സമ്പത്ത് പോയാൽ നമുക്ക് പിന്നെയും സമ്പാദിക്കാം, ഇത്രയേ ഉള്ളൂ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. ആരോഗ്യം പോയാൽ എന്തോ ചിലത് നഷ്ടപ്പെട്ടു. വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്നാ പറയാം. സംസ്കാരം ചീത്തയായാൽ ആരോഗ്യം ചീത്തയാകും, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകലും, എല്ലാം നഷ്ടപ്പെടും. സമ്പത്ത് നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും എന്നർത്ഥം. ഇന്ന് ആൾക്കാർ വിചാരിക്കുകയാണ്, വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്, വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ് എന്ന ആൾക്കാരുടെ വിചാരം. അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചുകൊണ്ടൊന്നും സത്യം നുണയാകാനും പോകുന്നില്ല, നുണ സത്യമാകാനും പോകുന്നില്ല. സത്യം എന്നും സത്യം തന്നെയാണ്. അതുകൊണ്ട് ക്യാരക്ടറിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ആ ക്യാരക്ടറിന് ഊന്നൽ നൽകുന്ന ധർമ്മമാണ് ആദി സനാതന ദേവീ ദേവതാ ധർമ്മം. ആ ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിന്റെ പ്രധാന ലക്ഷ്യം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രഥയാത്ര നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സൗമ്യായ നമോ നമഃ.